അതേ ഇന്നലെ പാപ്പിക്കുട്ടന് തീരെ വയ്യായിരുന്നു ട്ടാ. ഇച്ചൂന് നീർവീഴ്ചയായിരുന്നല്ലോ. അപ്പൊ പാപ്പിക്കുട്ടന് മൂക്കടഞ്ഞിട്ട് ഒരു പോള കണ്ണടച്ചിട്ടില്ല. ഞങ്ങൾ ആരും ഉറങ്ങിയിട്ടില്ല ട്ടാ. അപ്പൊ പിന്നെ ഇത്തിരി നേരം കൂടി ഉറങ്ങാന്ന് വെച്ചിട്ട് കുറച്ചു നേരം കിടന്നു. അത് കഴിഞ്ഞ് എണീറ്റ് അടുക്കളയിലേക്ക് വരല്ല പാപ്പിക്കുട്ടൻ പിന്നെയും കരഞ്ഞു ട്ടാ. എന്നിട്ട് പിന്നെ ഞാൻ വീണ്ടും എടുത്ത് തോളത്തിട്ടിട്ടാണ് ഓരോന്ന് ചെയ്യണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ പറയുന്നുണ്ട് പപ്പയുടെ കൂടെ പൊക്കോടോന്ന്. പക്ഷെ അവന് ഭയങ്കര വാശിയായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ പപ്പയുടെ കൂടെ പോയിട്ടാ. അപ്പം ഞാൻ വേഗം കുക്കറിൽ എന്തിട്ടാ ഗ്രീൻ ബീൻസ് അടുപ്പത്തിട്ടു കേട്ടോ, ഒരു സബോളയൊക്കെ അരിഞ്ഞിട്ടിട്ട്. എന്നിട്ട് ഞാൻ ഇടയ്ക്ക് ചെന്ന് നോക്കിയപ്പോൾ രണ്ടാളും കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ മീനൊക്കെ വെള്ളത്തിലിട്ട് മീൻ വറുക്കാൻ വെച്ചു. ഇന്നാണെങ്കിൽ എനിക്ക് വീട്ടിലേക്ക് പോകണമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ രണ്ടാൾക്കും പടാട് പോകാമെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. പക്ഷേ രണ്ടാൾക്കും വയ്യാണ്ടായി, ആരും ഇന്നലെ ഉറങ്ങിയില്ല. അത് കാരണം ആകെ സങ്കടം. ശരിക്കും പറഞ്ഞെന്ന് മൊത്തത്തിൽ നല്ല സന്തോഷിക്കേണ്ട ദിവസമായിരുന്നു. പക്ഷേ പിള്ളേർക്ക് വയ്യാണ്ടായതുകൊണ്ട് എന്താ പറയുക, ആകെ ഒരു മൂഡ് ഓഫും ഭയങ്കര ഇതൊക്കെ ആയിരുന്നു കേട്ടോ. ഇത് ഞാൻ വേഗം കൊള്ളിയും ഗ്രീൻ ബീൻസും കൂടി കറി വെച്ചു. ചേട്ടായിക്ക് വേഗം ചോറാക്കി. വീട്ടിൽ പോണ കാരണം ഞങ്ങൾ അവിടെ ആക്കിയിട്ട് വേണം ചേട്ടായിക്ക് ജോലിക്ക് പോകാൻ. അപ്പോൾ വേഗം ഉണക്കമീൻ വറുത്തതും ഗ്രീൻ ബീൻസൊക്കെ കൂടി ചോറാക്കി വെച്ചു. എന്നിട്ട് പിന്നെ ഞാൻ ഇന്നലെ തന്നെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിള്ളേരുടെ മരുന്നും വേഗം കൈയോടെ രാവിലെ തന്നെ എടുത്ത് വെച്ചിട്ട് പിന്നെ രണ്ടാളപ്പം ആ നേരത്ത് കിടന്ന് ഉറങ്ങാട്ട് എഴുന്നേറ്റിട്ടില്ല. ഞങ്ങളൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങണ നേരത്താണ് പിള്ളേരെ എണീപ്പിച്ചത്. പിള്ളേർക്ക് അവിടെ പോയിട്ട് ഭക്ഷണം കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ ആരും ഡ്രസ്സൊന്നും മാറിയില്ല കേട്ടോ. അപ്പോൾ പിന്നെ വേഗം കാറിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം എന്തിനാ പോണേന്നുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.